മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. ഹരിയാനയിലടക്കം നമ്മൾ കണ്ടതാണ്. തുടക്കത്തിൽ വലിയ ലീഡിലേക്ക് കോൺഗ്രസ് പോവുകയും വ്യക്തമായ മെജോറിറ്റിയിലേക്ക് കോൺഗ്രസ് പോവുകയും ഒടുവിൽ BJP അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഇനിയും മാറി മറിയാനുള്ള സാധ്യതകൾ അപ്പോഴും നിലനിൽക്കുന്നു. മഹാഗഠബന്ധന്റെ RJDയുടെ, കോൺഗ്രസിന്റെ, CPMLന്റെ, CPIയുടെ, CPMന്റെ, VIP ഒക്കെ പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുകയും കൂടിയാണ്. മഞ്ജുഷ്, ഇവിടെ JDU അവരുടെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, ബസ് കുച്ച് ഘണ്ടോ കി ഇന്തദാർ ഫിർ ബി രഹേ ഹേ സുശാസൻ കി സർക്കാർ. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതി, സദ്ഭരണം തുടരും എന്ന് JDU അവരുടെ എക്സിൽ കുറിക്കുന്നു. മാത്രമല്ല, ഷാനവാസ് ഹുസൈൻ BJP വക്താവ് ഇപ്പോൾ പ്രതികരണവുമായി എത്തുന്നുണ്ട്. BJPയുടെ വിജയം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും വലിയ ആത്മവിശ്വാസത്തിലാണ്. നിതീഷ് കുമാറിൻ്റെ വിജയം നീരജ് കുമാർ എന്ന NDA നേതാവും വലിയ ആത്മവിശ്വാസത്തിലെടുക്കുന്നു. NDA നോക്കൂ, 96 സീറ്റ്, 25 സീറ്റിൻ്റെ ലീഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മുഴുവൻ ചിത്രം നോക്കിയാൽ ഇതുകൊണ്ടല്ലേ, മുഴുവൻ ചിത്രം നോക്കിയാൽ അതിൽ NDA 96, BJP 40, അതിൽ തന്നെ BJP 42, JDU 38, LJP 8, RLM 5, HAMS 3 എന്നുള്ളതാണ്. ഇതാണ് പൊതുചിത്രം. 96 സീറ്റുകൾ, ഇത് NDAയുടെ മാത്രം ലീഡാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ മാത്രം ലീഡ്, ഇത് മഹാസഖ്യത്തിന്റെ ലീഡാണ്. അതിൽ RJDയുടേതാണ് ഈ കാണുന്നത് 36 സീറ്റുകൾ ലീഡ്. കോൺഗ്രസിന്റെ നീല നിറത്തിൽ കാണുന്നത് 8 സീറ്റുകളിൽ മാത്രം ലീഡ്. ബാക്കി ചുമന്ന നിറത്തിൽ ഇതുകൊണ്ടോ അത്